രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? പുലർക്കാലെ 4 മണിക്ക് ഇയാൾ ഫോം 6 അപ്ലോഡ് ചെയ്യുന്നു. വിത്തിൻ 35 സെക്കൻഡ്സ് ആ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? 4 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ എഴുന്നേറ്റ് ഡിലീറ്റ് ചെയ്യുകയാണോ ചെയ്തത്? അല്ലല്ലോ. അതായത് ആ വെബ് പോർട്ടൽ തന്നെ ഹാക്കബിളാണ്, ഹാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തിനാണ് അത് ഹാക്കബിൾ ആവുന്നത്? അതായത് ആ വെബ് പോർട്ടലിൻ്റെ വൾണറബിലിറ്റിയെക്കുറിച്ച് മുമ്പും വാർത്തകൾ വന്നിട്ടുണ്ട്. എൻ്റെ ചോദ്യം, അതങ്ങനെ വേറൊരാൾക്ക് കയറി ഒരു വോട്ട് ഡിലീറ്റ് ചെയ്യാൻ പാകത്തിനാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. അത് വൾണറബിലിറ്റി അല്ല. അതായത് ഇത് ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ ഇത്ര വോട്ട് ഡിലീറ്റ് ആവണം എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അത് ഡൽഹിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഇരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഡിലീറ്റ് ചെയ്യേണ്ടവർക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ക്രിയേറ്റഡ് വൾണറബിലിറ്റിയാണത്. അത് ആർക്കാണോ ഏത് മണ്ഡലത്തിൽ ഏത് ബൂത്തിലാണോ വോട്ട് നീക്കേണ്ടത് ആ ബൂത്തിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്ക് തന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെട്ട വൾണറബിലിറ്റി ആയിരുന്നു അത്. അല്ലെങ്കിൽ അത് അൺചെക്ഡ് ആയിട്ട് 2023 പരാതി ഉയർന്നതാണ്. ഇന്ന് 2025 ആകുമ്പോൾ 2 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വൾണറബിലിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആവശ്യപ്രകാരം ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആവശ്യപ്പെട്ട എഫ്ഐആർ ഇട്ടത് എന്തുകൊണ്ടാണ്? ഒരു ബൂത്ത് ലെവൽ ഓഫീസറുടെ അമ്മാവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അയാൾ നേർക്ക് നേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതിപ്പെട്ടപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒരു എഫ്ഐആർ ഇടാൻ കർണാടക പോലീസിനോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 2023 ഇങ്ങനെ സംഭവിച്ചു എങ്കിൽ വേറെ ഏതോ നമ്പർ ഉപയോഗിച്ചാണ് ഇത് വോട്ട് ഡിലീറ്റ് ചെയ്തതെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയില്ലേ? എങ്കിൽ ഈ വൾണറബിലിറ്റി 2 വർഷമായിട്ട് അവരുടെ ശ്രദ്ധയിലില്ലേ? ഈ വൾണറബിലിറ്റിയോടെയാണോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്? ഇത് 2023 കർണാടക അസംബ്ലി തെരഞ്ഞെടുപ്പിലെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ ഇതേ വൾണറബിലിറ്റിയോടെയാണോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ വിശ്വാസ്യത എന്താണ്? ആ 2024 ഉപയോഗിച്ച വോട്ടർ ലിസ്റ്റിൻ്റെ വിശ്വാസ്യത എന്താണ്? അതിലെത്ര പേരുടെ വോട്ടുകൾ ഇങ്ങനെ അനധികൃതമായി ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എത്ര വോട്ടുകൾ അനധികൃതമായി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഈ ചോദ്യത്തിന് കമ്മീഷൻ മറുപടി പറയണ്ടേ? പകരം തെളിവ് സഹിതം രാഹുൽ ഗാന്ധി ഒരു ആക്ഷേപം മുന്നോട്ട് വയ്ക്കുമ്പോൾ വിത്തിൻ മിനിറ്റ്സ് ട്വീറ്റ് ചെയ്യുകയാണ് എന്ത് ഇതെല്ലാം ബേസ്ലെസ് ആണ്. അതെങ്ങനെയാണ് ബേസ്ലെസ് ആവുക? അപ്പോൾ 2023 കേസ് എങ്ങനെയാണ്? ആ കേസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതിപ്പെടുക. അപ്പോൾ ഈ ആരോപണം ബേസ്ലെസ് ആവുന്നത് എങ്ങനെയാണ്? എങ്കിൽ ഈ ഉപയോഗിച്ച മൊബൈൽ നമ്പറുകളുടെ ആരുടേതാണ് എന്ന ചോദ്യത്തിന് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി ഇല്ലാത്തത് ഈ 2 വർഷമായിട്ടും? അപ്പോൾ ഇത് ഞാൻ വിചാരിക്കുന്നത് ഈ വെബ് പോർട്ടലിൻ്റെ ഒരു വൾണറബിലിറ്റി അല്ലാതെ അതൊരു ക്രിയേറ്റ് ചെയ്യപ്പെട്ടൊരു കണ്ടീഷൻഡ് വൾണറബിലിറ്റിയാണ്. അത് ആർക്കും ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ. എങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക്ഡ് ആയിരിക്കണം എന്ന പുതിയ വ്യവസ്ഥ വരുന്നു. ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ. അപ്പോൾ അതിനു മുമ്പ് ഉപയോഗിച്ച മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക്ഡ് അല്ലേ? നമുക്കൊരു മൊബൈൽ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ ആധാർ കൊടുക്കണം. അപ്പോൾ ആ ഉപയോഗിച്ച നമ്പറുകൾ ആധാറുമായി ലിങ്ക്ഡ് അല്ലേ? അപ്പോൾ ഇനി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറുകൾ ആധാറുമായി ലിങ്ക് ചെയ്താൽ നമുക്ക് ഈ പഴയ പ്രോസസ്സ് പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള വോട്ട് ഡിലീറ്റ് ചെയ്യാമോ? അങ്ങനെയാണോ അതിൻ്റെ രീതി? അതായത് ആധാറുമായി ലിങ്ക് ചെയ്തൊരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇനി ഈ ഫോം 6 സബ്മിറ്റ് ചെയ്യാൻ കഴിയൂ എന്നിരിക്കെ ഫോം 6 ആണ് സബ്മിറ്റ് ചെയ്തത്. ഫോം 7 എന്ന് പറയുന്നത് നോട്ടീസാണ്. ആ നോട്ടീസ് ആരാണ്? ഈ ഡിലീറ്റ് ചെയ്യുന്ന വോട്ടർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയക്കുന്ന നോട്ടീസാണ്. ആ നോട്ടീസ് ലഭ്യമായതിനു ശേഷം എനിക്കെന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? BLO വഴി ഇത് തിരികെ സബ്മിറ്റ് ചെയ്യണം. ഇത് കുറേ സമയമെടുക്കുന്ന, കുറേ ദിവസങ്ങളെടുക്കുന്നൊരു പ്രോസസ്സാണ്. അത് രാവിലെ 4:40 വന്ന് നമ്മൾ ലോഗിൻ ചെയ്ത് 4:35 ആകുമ്പോൾ ഇത് 5 മണിയാകുമ്പോഴത്തേക്ക് ഇത് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് വിശദീകരിക്കണ്ടേ? ഇതൊരു അസംബന്ധ നാടകം പോലെ ഒരു കേസ് ഉണ്ടാവുക, ഒരു CID ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഒരു തെളിവുകളും അല്ല അതിനാവശ്യമായ തെളിവുകളൊന്നും കൊടുക്കാതിരിക്കുക. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇത് അത് പറയുന്ന പോലുമില്ല കേട്ടോ. ഒരൊറ്റ സെക്കൻഡ്. ഇപ്പോൾ ഇത് ഇന്ത്യൻ എക്സ്പ്രസ് ഇത് എക്സ്ക്ലൂസീവ് ന്യൂസാണ് അവരുടേത്. അതായത് ഇന്നലെ അവർ നോക്കുമ്പോൾ ഇല്ലാത്ത ഒരു പുതിയ പ്രൊവിഷൻ വെബ് പോർട്ടലിൽ ഇന്ന് വരുന്നു. ഇത് ജനങ്ങളോട് വിശദീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നില്ല, ഇന്ന് ഞങ്ങൾ ആ വൾണറബിലിറ്റി പരിഹരിച്ചു എന്ന് പറയണ്ടേ? ആരും അറിയാതെ ആഡ് ചെയ്തു. അപ്പോൾ രാഹുൽ ഗാന്ധി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മിസ്റ്റർ ജ്ഞാനേഷ് കുമാർ എന്ന് വിളിക്കുന്നതിൽ പ്രസക്തിയുണ്ട്. കാരണം ഇതിന് മറുപടി പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഒരു ഭരണഘടനാ സ്ഥാപനത്തെ അല്ല സംശയത്തിന് നിലനിർത്തുന്നത്, അതിന് നേതൃത്വം നൽകുന്ന ഇൻഡിവിജ്വൽസിനെയാണ്. നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ കളി നടക്കുന്നത് എന്നാണ് പറയുന്നത്. ജ്ഞാനേഷ് കുമാർ ചുമതലയേറ്റതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നത്. അപ്പോൾ ഈ പോരാട്ടം രാഹുൽ ഗാന്ധിയുടെ വിജയമാണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. കാരണം ഇത് രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് പോരാടി നേടേണ്ട വിജയമല്ല ഇത്. രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ഈ വിഷയങ്ങളെ എക്സ്പോസ് ചെയ്യുകയാണ്. ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് ലോകത്ത് വിളിച്ചു പറയുകയാണ്. അതിന് ക്രെഡിബിൾ ആയിട്ടുള്ള എവിഡൻസ് വയ്ക്കുകയാണ്. പക്ഷേ എവിടെയൊക്കെ മാറ്റം വരണം? ഇത് വിജയിക്കുന്ന എവിടെയൊക്കെ മാറ്റം വരണം? ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനത്തിന് ആധാരമായ നിയമം ഭേദഗതി ചെയ്യണം. ഒരു പുതിയ കുറേ കൂടി സുതാര്യമായ ഒരു സിസ്റ്റം വരണം. 2,
നിലവിലുള്ള EVM-നെ കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെടണം. EVM-നെ കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെടണം. 3, വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനും പേര് ഒഴിവാക്കുന്നതിനും സുതാര്യവും സത്യസന്ധവും ജനാധിപത്യപരവുമായ പുതിയ സിസ്റ്റം വരണം. അപ്പോൾ ഇതൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തെ തിരിച്ചെടുക്കാൻ കഴിയില്ല. അത് രാഹുൽ ഗാന്ധി ചെയ്യേണ്ട പണിയല്ല, നമ്മൾ വോട്ട് ചെയ്യുന്ന ഓരോ മനുഷ്യരും, ഇവിടുത്തെ പൗരന്മാരായ ഓരോ മനുഷ്യരും ചെയ്യേണ്ട പണിയാണ്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ തന്നെ പൗരന്മാരാണോ, നമുക്ക് വോട്ടവകാശമുണ്ടോ എന്നുള്ളതൊക്കെ തുലാസിൽ നിൽക്കുന്ന സമയം കൂടിയാണ് ഈവൻ കേരളത്തിൽ പോലും എന്നത് ഓർക്കുക.